ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. നമുക്ക് ഭഗവതിയുടെ അനുഗ്രഹം, ആ കരുണാകടാക്ഷം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. സൗന്ദര്യലഹരിയിലെ 52-ാമത്തെ ശ്ലോകം. ഗദേ കർണാഭ്യർണം ഗരുദൈവ പഷ്മാണി ദധതി പുരാംഭേതുച്ഛിത്ത പ്രശമരസവിദ്രാവണഫലേ ഇമേ നേത്രേ ഗോത്രാധരപതി കുലോത്തം സകലികേ തവാകർണാകൃഷ്ട സ്മരശരവിലാസം കലയത. ഗദേ കർണാഭ്യർണം ഗരുത ഇവ പഷ്മാണി ദധതി പുരാം ഭേതുഃ ചിത്ത പ്രശമ രസവിദ്രാവണഫലേ ഇമേ നേത്രേ ഗോത്രാ ധരപതി കുലോത്തം സകലികേ തവാകർണാകൃഷ്ട സ്മര ശര വിലാസം കലയതഃ. ഹേ ഗോത്രാധരപതി കുലോത്തം സകലികേ, അല്ലയോ പർവ്വതരാജവംശത്തിന് മകുടാലങ്കാരഭൂതയായ പരമേശ്വരി. പർവ്വതരാജന് ഹിമവാന്റെ പുത്രിയാണല്ലോ പരമേശ്വരി. അങ്ങനെയുള്ള പരമേശ്വരി, ആ കുലത്തിന് മകുട അലങ്കാരമാണ് ഭഗവതി. തവ നിന്തിരുവടിയുടെ ഇമേ നേത്രി, ഈ കണ്ണുകൾ കർണാഭ്യർണം ചെവികളുടെ സമീപത്തെ, കർണം പറഞ്ഞ ചെവി, ആ കണ്ണുകൾ കർണാഭ്യർണം ചെവികളുടെ സമീപത്തെ ഗതേ പ്രാപിച്ചവയായി. അതെങ്ങനെയാ? കണ്ണുകൾ, ഭഗവാന്റെയും ഭഗവതിയും എല്ലാം കണ്ണുകൾ, ചില സുന്ദരിമാരുടെ എല്ലാം കണ്ണുകൾ അങ്ങനെ വിടർന്നു വികസിച്ച് ചെവിയുടെ ഏകദേശം അടുത്ത് വരെ എത്തും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ കണ്ണുകൾ കർണാഭ്യർണം ചെവികളുടെ സമീപത്തെ ഗതേ പ്രാപിച്ചവയായി. പഷ്മാണി കൺപീലികളെ ഗരുദ ഇവ കങ്കപത്രങ്ങളോ എന്ന് തോന്നുമാറ് ധരിച്ചിരിക്കുന്നവയായി. കൺപീലികളൊക്കെ നല്ല കറുത്ത് സുന്ദരമായ, മുൻ ശ്ലോകത്തിൽ പറഞ്ഞു കരിവണ്ടുകൾ പോലെ സുന്ദരമായത് എന്നൊക്കെ പറഞ്ഞു. പുരാം ഭേത്തു, ത്രിപുരാന്തകനായ പരമശിവന്റെ ചിത്തപ്രശമരസ വിദ്രാവണഫലേ, മനസ്സിലുള്ള ശാന്തരസത്തിൻ്റെ വിദ്രാവണമാകുന്ന, ഓടിക്കലാകുന്ന പ്രയോജനത്തോടു കൂടിയവയായിട്ട് ആകർണാകൃഷ്ടസ്മരശരവിലാസം, കാതുവരെ വലിച്ചു തൊടുക്കപ്പെട്ട കാമബാണങ്ങളുടെ സൗഭാഗ്യത്തെ കലയതഃ ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നാ പറയുന്നത്, ഭഗവാൻ ത്രിപുരാന്തകനായ പരമശിവന്റെ ചിത്തപ്രശമരസ വിദ്രാവണഫലെ, മനസ്സിലുള്ള ശാന്തരസത്തിൻ്റെ വിദ്രാവണമാകുന്ന, ഓടിക്കലാകുന്ന പ്രയോജനത്തോടു കൂടിയവയായിട്ട് ആകർണാകൃഷ്ട സ്മരശരവിലാസം, കാതുവരെ വലിച്ചു തുടുക്കപ്പെട്ട കാമബാണങ്ങളുടെ സൗഭാഗ്യത്തെ കലയതഃ ചെയ്യുന്നു. കാമബാണങ്ങളുടെ സൗഭാഗ്യത്തെ എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ നോട്ടം. ഭഗവാനെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ലാസ്യഭാവം, രസത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അത് തന്നെ അവിടെയും പറയുന്നത്. സാരം പറയാം. ഈ സ്ത്രീകളുടെ കടാക്ഷങ്ങൾ ഞാൻ പൊതുവെ ഇങ്ങനെയും പറയും. അല്ലയോ പർവ്വതരാജവംശാലങ്കാരഭൂതയായ പരമേശ്വരി, അടിയൻ്റെ ഹൃദയകമലത്തിൽ വിളങ്ങിക്കാണുന്ന നിന്തിരുവടിയുടെ ഈ കണ്ണുകൾ, അടിയനാരാ? ഭഗവത് പാദർ. ഇവിടെ ഇത് വായിക്കുന്ന നമ്മളാരാ? നമ്മൾ ഓരോരുത്തരും.
അപ്പം നമ്മുടെ എല്ലാവരുടെയും ഹൃദയകമലത്തിൽ വിളങ്ങിക്കാണുന്ന നിന്തിരുവടിയുടെ ഈ കണ്ണുകൾ, ഭഗവതിയുടെ ഈ കണ്ണുകൾ ചെവികളുടെ സമീപത്തെ പ്രാപിച്ചവയായിട്ട്, ചെവിയുടെ അടുത്തെത്തിയിരിക്കുന്നത്, അതിൻ്റെ നീണ്ട കൺപീലികളൊക്കെ ആയിട്ട് ഭംഗിയാർന്ന കണ്ണുകളായിട്ട് എത്തിയിരിക്കുന്നു. ശരങ്ങളുടെ കടയ്ക്കൽ വെച്ച് കെട്ടുന്ന കങ്കപത്രങ്ങളോ എന്ന് തോന്നിക്കുമാറിയിരിക്കുന്ന നേത്രരോമങ്ങളെ ധരിച്ചു. നേത്രരോമങ്ങൾ എന്ന് പറഞ്ഞാൽ മുകളിൽ പുരുകക്കൊടി നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. അപ്പം കണ്ണിൻ്റെ മുകളിൽ പീലി ഉണ്ടാവും. അങ്ങനെ എന്തിനെ പറ്റിയാണ് പറയുന്നത്? കങ്കപത്രങ്ങളോ, ശരങ്ങളുടെ കടയ്ക്കൽ വെച്ച് കെട്ടുന്ന, ശരം തൊടുക്കുമല്ലോ, അങ്ങനെയുള്ള കടയ്ക്കൽ വെച്ച് കെട്ടുന്ന കങ്കപത്രങ്ങളോ, ഒരു ഇലകളാണ്, കങ്കപത്രങ്ങളോ എന്ന് തോന്നിക്കുമാറിയിരിക്കുന്ന നേത്രരോമങ്ങളെ ധരിച്ചും ത്രിപുരാന്തകനായ പരമശിവന്റെ ഹൃദയത്തിലെ വൈരാഗ്യരൂപമായ ശാന്തരസത്തെ, അതായത് ത്രിപുരാന്തകനായ പരമശിവൻ സദാ ധ്യാനത്തിലിരിക്കുക ചെയ്യുക, വൈരാഗ്യം വന്ന് ധ്യാനത്തിലിരിക്കുക ചെയ്യുക. സതീദേവിയുടെ ജീവത്യാഗത്തിനോടെ ഭഗവാൻ പിന്നെ പരിപൂർണമായിട്ടും ധ്യാന നിമഗ്നനായിട്ടാണ് ഇരുന്നത്. അപ്പോഴാണ് കാമദേവൻ്റെ വരവ്. കാമദേവൻ വന്നപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഭഗവാൻ ഒന്ന് ഉണർന്ന് ലൗകിക ജീവിതത്തിൽ വന്നെങ്കിലും മാത്രമേ ഈ താരകാസുരനെ വധിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതിന് സുബ്രഹ്മണ്യൻ ജനിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ദേവന്മാരെല്ലാവരും കൂടി കാമദേവനെ ഭഗവാനെ ഇളക്കാൻ ആയിട്ട് അയച്ചത്. അതായത് കാമരസം ഭഗവാന്റെ ഉള്ളിൽ ഉണർത്താനായിട്ട്. അങ്ങനെയാണ് ഭഗവാൻ ആ തൃക്കണ്ണ് കൊണ്ട് കാമദേവനെ ദഹിപ്പിച്ച് കളയുക ചെയ്തത്. എന്നിട്ടും എല്ലാവരും കൂടി ഭഗവതിയായി ജനിച്ചു, പാർവതി ദേവിയായിട്ട് ജനിച്ചു. എന്നിട്ടാണ് പാർവതി ദേവിയുടെ കല്യാണം, അതായത് പാർവതി ദേവിയാണ് പിന്നെ ഭഗവാന്റെ ഭാര്യയായിട്ട് വന്നത്. അന്നേരം പറയുന്നതാണ്, ആ ഹൃദയത്തിലെ വൈരാഗ്യരൂപമായ ശാന്തരസത്തെ ഓടിച്ചു കളയുക എന്ന പ്രയോജനത്തോടു കൂടിയവയുമായിട്ട്. ആ കണ്ണുകൊണ്ട് കഴിഞ്ഞാൽ വൈരാഗ്യമൊക്കെ വിട്ടകന്നു പോകും. ഓടിച്ചു കളയുന്ന പറഞ്ഞാൽ വിട്ടകന്നു പോയിട്ട് ശൃംഗാരരസം ഭഗവാനിൽ ഉദിക്കും. അതിനു വേണ്ടി ഉള്ള കണ്ണാണ് ഭഗവതിയുടേത് എന്നാണ് ഇവിടെ ആലങ്കാരികമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ശാന്തരസത്തെ ഓടിച്ചു കളയുക എന്ന പ്രയോജനത്തോടു കൂടിയവയുമായിട്ട് കാമദേവന്റെ ചെവി വരെ വലിച്ചു തൊടുക്കപ്പെട്ട ബാണങ്ങളുടെ സൗഭാഗ്യത്തെ ചെയ്യുന്നു. ചെവി വരെ, കാമദേവന്റെ ചെവിയിൽ നിന്ന് മാത്രമല്ല, ഇവിടെ ഭഗവതിയുടെ ചെവിയുടെ അടുത്ത് വരെ ആ കണ്ണിൻ്റെ നീളമുണ്ട്. ആ കണ്ണ് അങ്ങനെ വികസിച്ച് വിടർന്ന കണ്ണുകളാണ്. നല്ല കരിപ്പീലിയോട് കൂടിയതായിട്ടുള്ള ആ കടാക്ഷം കിട്ടിയാൽ തന്നെ എല്ലാവരും രക്ഷപ്പെടും. അതുകൊണ്ട് ഭഗവത്പാദരും പറയുന്നത്, എൻ്റെ ഹൃദയത്തിൽ അവരുടെ ഹൃദയത്തിൽ വിളങ്ങിക്കാണുന്ന നിന്തിരുവടിയുടെ ഈ കണ്ണുകൾ, ആ കണ്ണുകൊണ്ടൊരു നോട്ടം കിട്ടിയാൽ മതി എന്നുള്ള ആലങ്കാരികമായിട്ട് ഭഗവത്പാദരും ഭഗവതിയെ വർണ്ണിക്കുകയാണ്. നമ്മൾക്കെല്ലാം ഭഗവതിയുടെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.